നമസ്കാരം പ്രിയപ്പെട്ട പ്രേക്ഷകരെ, കഴിഞ്ഞ ദിവസങ്ങളൊക്കെ വലിയ വിവാദമായ ED ഉദ്യോഗസ്ഥരെ ആക്രമിച്ച സംഭവവുമായി ബന്ധപ്പെട്ട് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് നിർണായകമായ ചില നീക്കങ്ങൾ നടത്തുകയാണ്. ED ഉദ്യോഗസ്ഥരെ ആക്രമിച്ച കേസിൽ CPM നേതാക്കൾക്കെതിരെയും നടപടി വേണമെന്ന ആവശ്യം എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഉദ്യോഗസ്ഥർ ഉന്നയിച്ചിരിക്കുന്നു. നമുക്കറിയാം, ഈ ഒരു സംഭവവുമായി ബന്ധപ്പെട്ട് അണികൾ ഉണ്ടാക്കിയ പ്രശ്നങ്ങളാണ്. അണികളാണ് വാഹനം അടിച്ചു തകർത്തത്. അണികൾക്കെതിരെയാണ് ഇപ്പോൾ കേസെടുത്തിട്ടുള്ളത്. അന്വേഷണം നടക്കുന്നത്. അതിനിടയിലാണ് നേതാക്കളെയും കൂടി പ്രതി ചേർക്കണമെന്ന ആവശ്യവുമായി എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് രംഗത്ത് വന്നിരിക്കുന്നത്. നേതാക്കളെയും പ്രതി ചേർക്കണമെന്ന് ED ആവശ്യപ്പെടുന്നു. ആസൂത്രിത ആക്രമണം നേതാക്കളുടെ അറിവോടെയാണ് നടന്നിരിക്കുന്നതെന്നാണ് EDയുടെ വാദം. നേതാക്കളാണ് പ്രകോപനം ഉണ്ടാക്കിയതെന്നും എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ആരോപിക്കുകയാണ്. കേസിൽ കക്ഷി ചേരാനുള്ള തയ്യാറെടുപ്പിലാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ്. ഇതിനുള്ള തെളിവ് ശേഖരണം തുടങ്ങി. പ്രതിപക്ഷ നേതാവ് പിണറായി വിജയന്റെ തിരുവനന്തപുരത്ത് വീട്ടിൽ റെയ്ഡിനെത്തിയപ്പോഴാണ് CPM പ്രവർത്തകർ ED ഉദ്യോഗസ്ഥരെ ആക്രമിച്ചത്. ഉദ്യോഗസ്ഥരെത്തിയ വാഹനം പ്രവർത്തകർ അടിച്ചു തകർക്കുകയായിരുന്നു. എന്തായാലും ഈ സംഭവത്തിൽ അടിച്ചു തകർത്ത പ്രവർത്തകർക്കെതിരെ മാത്രമാണ് ഇത്രയും കാലം അന്വേഷണം മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നത്. അവർക്കായുള്ള അന്വേഷണം അവരിൽ പലരെയും അറസ്റ്റ് ചെയ്തു കഴിഞ്ഞു. എന്നാൽ നേതാക്കളിലേക്കും അന്വേഷണം പോകണമെന്ന ആവശ്യം എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ ഭാഗത്തുനിന്നുണ്ടായിരിക്കുന്നു. നേതാക്കളാണ് ഇത് ആഹ്വാനം ചെയ്തത്. അവരെയും ഇതിൽ പ്രതിയാക്കണമെന്ന ആവശ്യം എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഉന്നയിച്ചിരിക്കുകയാണ്. ഇനി എന്താണ്, ഏതൊക്കെ നേതാക്കന്മാരാണ് കുടുങ്ങാൻ പോകുന്നത്? പ്രത്യേകിച്ച് നമുക്കറിയാം, V ശിവൻകുട്ടി, കടകംപള്ളി സുരേന്ദ്രൻ, VN വാസവൻ അടക്കമുള്ള നേതാക്കൾ ഈ സമയം അവിടെ ഉണ്ടായിരുന്നു. ഇതിൽ നേതാക്കൾക്കെതിരെയും കേസെടുക്കണം അല്ലെങ്കിൽ എന്ന് പറയുമ്പോൾ ഏതൊക്കെ നേതാക്കന്മാരാണ് കുടുങ്ങാൻ പോകുന്നത് എന്നതടക്കമുള്ള ചോദ്യമാണ് നിലവിൽ ഉയരുന്നത്. അതേസമയം CMRL എക്സാലോജിക് സാമ്പത്തിക ഇടപാടുമായി ബന്ധപ്പെട്ട അപ്പീലിൽ ഇടക്കാല ഉത്തരവില്ലെന്ന് ഹൈക്കോടതി. CMRL നൽകിയ അപ്പീലിൽ വാദം കേട്ട് ഉത്തരവിറക്കാമെന്നും കോടതി വ്യക്തമാക്കിയിരുന്നു. തുടർന്ന് ഹൈക്കോടതിയിൽ വാദം പുരോഗമിച്ചിരുന്നു. ED അന്വേഷണത്തിനെതിരെ CMRL നൽകിയ ഹർജി തള്ളിയ സിംഗിൾ ബെഞ്ച് ഉത്തരവിനെതിരെയാണ് കമ്പനി ഡിവിഷൻ ബെഞ്ചിനെ സമീപിച്ചിരുന്നത്. ED അന്വേഷണം സ്റ്റേ ചെയ്യണമെന്നായിരുന്നു അപ്പീലിലെ ആവശ്യം. CMRL വാദിച്ചത് ഇപ്രകാരമാണ്: എക്സാലോജിക് സൊല്യൂഷൻസിന് CMRL നൽകിയ തുകയുമായി ബന്ധപ്പെട്ട് സമൻസ് അയക്കാൻ EDക്ക് നിയമപരമായ അധികാരമില്ല. ED നിലവിൽ നടത്തുന്ന അന്വേഷണം തങ്ങളുടെ അധികാര പരിധി മറികടന്നുള്ളതാണ്. കൃത്യമായ FIRO ഔദ്യോഗിക പരാതിയോ ഇല്ലാതെയാണ് കേന്ദ്ര ഏജൻസി കള്ളപ്പണം വെളുപ്പിക്കൽ നിരോധന നിയമപ്രകാരം അന്വേഷണവുമായി മുന്നോട്ട് പോകുന്നതെന്നാണ് കോടതി വ്യക്തമാക്കുന്നത്. ജസ്റ്റിസ് A രാജ, വിജയരാഘവൻ, KV ജയകുമാർ എന്നിവരുടെ ബെഞ്ച് ഇടക്കാല ഉത്തരവ് സാധ്യമല്ല എന്ന് വ്യക്തമാക്കുകയായിരുന്നു. കക്ഷികൾ രണ്ടു കൂട്ടരും പൂർണ്ണമായ വാദത്തിന് തയ്യാറാണെങ്കിൽ അപ്പീൽ ഹർജി അന്ന് തന്നെ തീർക്കാമെന്നും കോടതി വ്യക്തമാക്കിയിരുന്നു. എന്തായാലും കോടതിയിൽ നിർണായകമായ നീക്കങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ED നൽകിയ സമൻസിനെതിരെ CMRL നൽകിയ ഹർജി സിംഗിൾ ബെഞ്ച് തള്ളിയിരുന്നു. ED അന്വേഷണം ആദ്യഘട്ടത്തിൽ മാത്രമാണെന്നും സമൻസ് നടപടിയിൽ കോടതിക്ക് ഇപ്പോൾ ഇടപെടാനാകില്ല എന്നുമായിരുന്നു സിംഗിൾ ബെഞ്ചിന്റെ നിരീക്ഷണം. ഇതിനെതിരെയാണ് CMRL ഡിവിഷൻ ബെഞ്ചിനെ സമീപിച്ചത്. എന്തായാലും ED ആക്രമിച്ച കേസ്, അതിലെ വാദങ്ങളും ഒരു വശത്ത് ശക്തമാവുകയാണ്. ഈ ഒരു സംഭവവുമായി ബന്ധപ്പെട്ട് നേതാക്കളെക്കെതിരെയും ED തിരിഞ്ഞിരിക്കുന്നു. നേതാക്കളെയും പ്രതിയാക്കണമെന്ന ആവശ്യം എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഉന്നയിച്ചിരിക്കുന്നു. നമുക്കറിയാം, സംഭവ ബഹുലമായിരുന്നു ആ ദിവസം. എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ചോദ്യം ചെയ്യലിനായി മുൻ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ വീട്ടിലെത്തിയപ്പോൾ എന്തായാലും അന്ന് സംഭവിച്ച ആക്രമണം, അതുപോലെ തന്നെ സമരം, ആ ദൃശ്യങ്ങളിലേക്ക് നമ്മൾ ഒരിക്കൽ കൂടി പോവുകയാണ്. നല്ല പണി
മൂന്ന് വണ്ടി ഹലോ ED അന്വേഷണത്തിനെത്തിയ ഉദ്യോഗസ്ഥരുടെ വാഹനമടക്കം ഇടിച്ചു തകർത്തുകൊണ്ടുള്ള വലിയ രീതിയിലുള്ള പ്രതിഷേധമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അന്വേഷണ ഉദ്യോഗസ്ഥരെത്തിയിരിക്കുന്ന കാറിന്റെ മുൻഭാഗം അടക്കം തകർത്തുകൊണ്ടുള്ള വളരെ ഭീകരമായിട്ടുള്ള ഒരു അന്തരീക്ഷമാണ് നമ്മളിവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത്. ED അല്ല മറ്റാര് അന്വേഷണത്തിന് വന്നാലും ഇതായിരിക്കും ഇവിടുത്തെ അവസ്ഥ എന്നുള്ള ഒരു മുന്നറിയിപ്പ്, ഒരു ഭീഷണി അതൊക്കെ തന്നെയാണ് ഇപ്പോൾ നൽകിക്കൊണ്ടിരിക്കുന്നത്. വലിയ രീതിയിലുള്ള മുദ്രാവാക്യം ഇന്ന് രാവിലെ മുതൽ തന്നെ സഖാക്കന്മാരുടെ ഭാഗത്തു നിന്ന് ഉണ്ടായിരുന്നു. ശിവൻകുട്ടി ഉൾപ്പെടെയുള്ള നിരവധി നേതാക്കന്മാരുടെ സാന്നിധ്യത്തിലാണ്, MP ഗോവിന്ദൻ ഉൾപ്പെടെയുള്ള നിരവധി CPM നേതാക്കന്മാരുടെ, മുതിർന്ന നേതാക്കന്മാരുടെ സാന്നിധ്യത്തിലാണ് ഇന്നിവിടെ പ്രതിഷേധം ഉണ്ടായത്. പ്രതിഷേധം എന്ന് പറയുമ്പോൾ അന്വേഷണത്തിനെത്തിയ ED ഉദ്യോഗസ്ഥർ അവിടെ പരിശോധനകൾ നടത്തുന്നതിനിടയിലാണ് ഇതിനിടയിൽ സഖാക്കന്മാർ